കെ എസ് ആർ ടി സിയുടെ എം ഡി ആണോ അഡ്മിനിസ്ട്രേറ്റർ ആണോ എന്ന് ഞാനത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല കേട്ടോ. ഞാൻ ഏതെങ്കിലും കാണിക്കാതെ അതിൻ്റെ ഉത്തരവ്. ഒരു പുതിയ ഉത്തരവ് വന്നു. കെ എസ് ആർ ടി സി ജീവനക്കാരിൽപ്പെട്ട ആർക്കെങ്കിലും അവരുടെ ബന്ധുമിത്രാദികൾക്ക് വാഹന സർവീസ് ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കണം. അത് വളരെ നല്ല കാര്യമാണ്. കാരണം പല കെ എസ് ആർ ടി സി ജീവനക്കാരും സ്വകാര്യ ബസ് സർവീസുകളിലെ സമാന്തര ടാക്സി സർവീസുകൾ നടത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാവുന്നതാണ്. അപ്പം അതിനകത്ത് എനിക്കൊരു പ്രശ്നമുണ്ട്. ഒരു പ്രശ്നമല്ല, രണ്ട് പ്രശ്നമുണ്ട്. ഒന്ന് നല്ല കാര്യം, ഒരു ചീത്ത കാര്യം. അതായത് കെ എസ് ആർ ടി സിയിലെ അംഗീകൃത യൂണിയൻ അസോസിയേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം CI2-ൻ്റെ കെ എസ് ആർ ടി സിയിലെ ഘടകമാണ്. കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷൻ അല്ലേ? അതിൻ്റെ ബ്രാക്കറ്റിൽ അവർ CI2 എന്ന് എഴുതുന്നുണ്ട്. അപ്പം ബന്ധുമിത്രാദികൾക്ക് മാത്രം സമാന്തര സർവീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പോരാ. ബിജു പ്രഭാകർ സാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കെ എസ് ആർ ടി സിയിലെ അംഗീകൃത സംഘടനകൾക്ക് അവർ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മാതൃസംഘടനയ്ക്ക് ഇത്തരത്തിൽ സമാന്തര സർവീസ് ഉണ്ടോ എന്ന് ഉള്ളൊരു ചോദ്യം അതിനകത്ത് ഉൾപ്പെടുത്തണം എന്നൊരു അപേക്ഷയുണ്ട്. കാരണം നമ്മൾ തിരുവനന്തപുരത്ത് ചെല്ലുമ്പം ഈ നെയ്യാറ്റിൻകര മേഖലയിലൊക്കെ CI2 എന്ന് എഴുതിയിട്ടുള്ള ബോർഡ് വെച്ചിട്ടുള്ള സൊസൈറ്റികളുടെ ആണ് CI2 തന്നെ എഴുതിയ ബോർഡുള്ള സമാന്തര ടാക്സി വാഹനങ്ങൾ സർവീസ് നടന്നുണ്ട്. ഈ രണ്ട് എനിക്കതിനകത്ത് സന്തോഷമായിട്ട് തോന്നുന്നത് ടാക്സി മാത്രമല്ല കേട്ടോ, മറ്റു വാണിജ്യ വ്യവസായങ്ങൾ നടത്തുന്നതും കൂടി അറിയണം എന്നാണ്. അതിനകത്ത് രസം ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. അതിൻ്റെ അവസാനം ഒരു ഭീഷണിയും കൂടി ഉണ്ട്. അവിടെയാണ് രസമേ. ഇതൊക്കെ ഇറക്കുന്ന ആളുകൾക്ക് എന്ത് മാനസികാവസ്ഥയിലാണ് ഇറക്കുന്നതെന്നുള്ളത്. കെ എസ് ആർ ടി സി ജീവനക്കാരൻ്റെ ബന്ധുമിത്രാദികൾ, ആ ബന്ധുമിത്രാദികളിൽ ഈ പറഞ്ഞിരിക്കുന്നത് സഹോദരൻ, സഹോദരി, ഭാര്യ സഹോദരൻ, ഭാര്യ സഹോദരി, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ കുടുംബങ്ങളിലെ ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ പിതാവിന് മറ്റൊരു ബന്ധത്തിൽ ഒരു മകളുണ്ട്. അതെവിടെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇതിനകത്തൊരു കാര്യം, നല്ല കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് കെ എസ് ആർ ടി സി കണ്ടുപിടിച്ചാൽ പിന്നീട് നടപടി എടുക്കുന്ന, ഇത് നടപടി എടുത്താലും സാരമില്ലെന്നേ, അവർ മലബാറിലെങ്ങാണ്ടാന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ഇത് കണ്ടുപിടിച്ച് തരുമോ? അങ്ങനെയാണെങ്കിൽ നല്ല കാര്യമാണ്. നമുക്ക് അറിയപ്പെടാത്ത ബന്ധുക്കളെയൊക്കെ കെ എസ് ആർ ടി സിയുടെ ചിലവിൽ കണ്ടു കിട്ടുമല്ലോ. എന്ത് വിഡ്ഢിത്തരമാണ് ഈ ചോദിക്കുന്നത്? ഒരു വ്യക്തി ഇനിയിപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ നമ്മൾ കേരളത്തിൻ്റെ നിയമസഭയിലേക്കോ ഇന്ത്യയുടെ പാർലമെൻറ്റിലേക്കോ ഒരാൾ മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ നൽകേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ, മക്കളുടെ സ്വത്ത് വിവരങ്ങൾ, ഇതാണ്. അതിനപ്പുറത്തേക്കുള്ള സ്വത്ത് വിവരങ്ങൾ നൽകുന്നുണ്ടോ? അയൽ സംസ്ഥാന ജീവനക്കാരൻ, ഒരു ജോലിക്കാരൻ കേരളത്തിൽ വന്ന് ജോലി ചെയ്താൽ അവനൊരു ദിവസം കിട്ടുന്ന വരുമാനം പോലും കൊടുക്കാതെ, അവന് കിട്ടുന്ന പൈസ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അന്ന് വൈകുന്നേരം കിട്ടും, അല്ലെങ്കിൽ മാസത്തിൽ കൃത്യമായിട്ട് കിട്ടും. കെ എസ് ആർ ടി സി ജോലി ചെയ്ത് ആ ശമ്പളം പോലും ഇല്ല, അത് 3-4 ഗഡുവായിട്ട് അരിഞ്ഞും പിരിഞ്ഞുമായിട്ട് കിട്ടുന്നത്. ആ സ്ഥാപനത്തിൽ ഇത്തരത്തിലുള്ളൊരു ഉത്തരവ് ഇറക്കിയവൻ്റെ തൊലിക്കെട്ടിയാണ് ഞാൻ ഈ ആലോചിക്കുന്നത്. നാണമുണ്ടോ നിങ്ങൾക്ക്? അതായത് ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഇപ്പോൾ എൻ്റെ സഹോദരൻ്റെ മക്കൾ ഏതൊക്കെ ബിസിനസ്സാണ് നൽകുന്നതെന്ന് ഞാൻ അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഇനിയിപ്പോൾ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞേരെ എന്ന് പറയുകയാണെങ്കിൽ ന്യായമാണ്. ഇതങ്ങനെയല്ല. അതിൻ്റെ അവസാനം ഒരു ഭീഷണി കൊടുത്തിരിക്കുക, അറിഞ്ഞാൽ പിന്നെ നടപടി എടുക്കുന്നത്. ഇതൊക്കെ നിയമപരമായിട്ട് നിലനിൽക്കുന്നതാണോ? എന്തിനാണ് ഈ ജീവനക്കാരനെ മാനസികമായിട്ട്, അതായത് മാനസിക സമ്മർദ്ദത്തിലൂടെ ജീവനക്കാരൻ വണ്ടി ഓടിച്ചു കൊണ്ട് പോകുന്ന വഴിയിൽ പിടഞ്ഞ് വീണ് മരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ വണ്ടി ഒതുക്കി നിർത്തി ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെച്ചിട്ടാണ് അദ്ദേഹത്തെ കണ്ടക്ടർ കൂടി കൊണ്ടുവന്ന് ഹോസ്പിറ്റലിലാക്കുന്നത്. ഒരവസ്ഥ മനസ്സിലാക്കണം. അമിതമായ മാനസിക സമ്മർദ്ദത്തിൽ ജോലി ചെയ്താൽ ഈ പറയുന്ന കേരളത്തിൽ വന്ന് പണിയുന്ന അയൽ സംസ്ഥാന ജോലിക്കാരന് പോലും കൊടുക്കുന്നത്ര ശമ്പളം നൽകാത്ത, യാതൊരുവിധ ആനുകൂല്യങ്ങളും നൽകാത്ത ഒരു സ്ഥാപനം ഇത്തരത്തിൽ വൃത്തികെട്ട രീതിയിൽ മാനസികമായിട്ട് ജീവനക്കാരെ പീഡിപ്പിക്കുകയാണ്. ഇതിറക്കിയത് MD ബിജു പ്രഭാകർ ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഏതെങ്കിലും ഒരാളാണെങ്കിലും നിങ്ങൾ കാണിക്കുന്നത് ജീവനക്കാരെ ഇതുപോലെ ചെയ്യാനാണെങ്കിൽ എനിക്ക് ജീവനക്കാരെ അവരുടെ മാനസികമായി പിൻബലം കൊടുക്കാൻ വേണ്ടി നിന്നെയൊക്കെ പറയേണ്ടതായിട്ടുള്ള സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് നടപടികളൊക്കെ എടുക്കുക എന്നുള്ളതൊക്കെ ഭീഷണിപ്പെടുത്തുന്ന കൈ വയ്ക്കും സാറേ. നാണമില്ലേ നിങ്ങൾക്ക്? സ്വന്തം, അതായത് എങ്ങനെയെങ്കിലും ജീവനക്കാരൻ, അതായത് മാസത്തിൽ 2 തവണയായിട്ട് ശമ്പളം കൊടുക്കുകയും കൊടുക്കുന്ന ശമ്പളം സൊസൈറ്റി വാങ്ങിക്കാർ പിടിച്ചുകൊണ്ട് പോവുകയും ജീവിക്കാൻ നിവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നത് ഇവിടുത്തെ മന്ത്രി തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം അത് പറഞ്ഞു. ജീവനക്കാരൻ ആദ്യം കൊടുക്കുന്ന ശമ്പളം വാങ്ങി കൊണ്ടുപോകാണെന്ന് മന്ത്രി പറഞ്ഞു. എന്നിട്ട് പോലും ജീവനക്കാരെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കാനുള്ള KSRTC ഈ MDയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ ഇത്തരം വൃത്തികെട്ട നടപടി എടുക്കുന്നൊക്കെ അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കൂ
നിങ്ങൾ എടുക്കുന്ന നടപടി നിയമപരമായി നിലനിൽക്കില്ല എന്ന് നിങ്ങളെ തിരിച്ചു പറയുവാനാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. Thank you.